വയറ് വീർത്ത ഒരു കുട്ടി ഓപ്പറേഷൻ ചെയ്യണ ഡോക്ടർമാര് പറയുന്നു. അങ്ങനെ ഓർ വേണ്ടെന്ന് അങ്ങനെ ആങ്ങളാരെല്ലാം കൂടി പെണ്ണിന്റെ ആങ്ങളാരെല്ലാം കൂടി നിർബന്ധിച്ച് പിടിച്ച് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ തീരുമാനിച്ചു. ബാപ്പ പോയി പറഞ്ഞ് ഇന്നെ അവരെല്ലാം കൂടി നിർബന്ധിച്ച് കുട്ടീനെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്. എന്നാൽ ആ ഓപ്പറേഷൻ നടക്കണ്ടെന്ന് മെഡിക്കൽ കോളേജിൽ 6 ദിവസം ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് ചെയ്തില്ല. ഏത് കൊല്ലം? അതിൻ്റെ അടുക്ക് ഈ കുട്ടിൻ്റെ അസുഖം ഒരു മരുന്ന് കുടിക്കാണ്ട് മാറിപ്പോയി. ഏത് മഹൂഫായ രോഗമാണെങ്കിലും ബഹുമാനപ്പെട്ടവരൊന്ന് കണ്ടാലോ ഇടപെട്ടാലോ രോഗമാണ്. എന്നാൽ ആ ഓപ്പറേഷൻ നടക്കണ്ടെന്ന് മെഡിക്കൽ കോളേജിൽ രോഗം മാറ്റാൻ കഴിയൂല, ഓപ്പറേഷൻ തിയേറ്റർ വർക്ക് ചെയ്തില്ല. അതിൻ്റെ അടുക്ക് ഈ കുട്ടിൻ്റെ അസുഖം ഒരു മരുന്ന് കുടിക്കാണ്ട് മാറിപ്പോയി. ഏത് മഹൂഫായ രോഗമാണെങ്കിലും ബഹുമാനപ്പെട്ടവരൊന്ന് കണ്ടാലോ ഇടപെട്ടാലോ രോഗം ബഹുമാനപ്പെട്ടവരായിപ്പോയി. അപ്പന്റെ പൊന്നാര മൂല്യർ എങ്ങക്ക് ചോദിച്ചൂടെ? ഈ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്ന ഇതിപ്പോ ഓറിയാറ് സി എം മടവൂറിനെ കുറിച്ച് 101 കള്ളക്കറാമത്തുകൾ പറയുക എന്നുള്ള നെയ്യത്തുമായിട്ട് ഇറങ്ങിയ കുറച്ച് ആളുകളുണ്ട്. അതിൽപ്പെട്ടാണ് ഈ സാധനം. ആ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ സി എം മടവൂര് അയാൾക്ക് ആ അസുഖം ആയ സമയത്ത് തന്നെ ഈ ഓറെടുത്ത് കൊണ്ടേക്കൂടെ? എന്തേ മൂല്യരാ നിങ്ങൾ ചോദിക്കാത്ത അല്ലേ? ഓപ്പറേഷൻ വേണ്ടാന്ന്. മെഡിക്കൽ കോളേജിലത്തെ ഓപ്പറേഷനൊക്കെ സ്റ്റക്കാക്കി നിർത്തിയിട്ട് ഇവിടെ രോഗം മാറ്റാണ്. എന്ത് നോണേണത്? ഈ എവിടുത്തെ നോണേണത്? എന്തിനാണ് ഈ നോണ? വെറുതെ അല്ലേ? അവിടെ നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട് അല്ലേ? അയാളുടെ പേരിൽ ഉറൂസും നേർച്ചയും മറ്റുള്ള കുതുകുലങ്ങളും അനിസ്ലാമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് അതിന്റെ പേരിൽ നല്ലോണം ഞണ്ണാൻ കിട്ടുന്നുണ്ട്. മൂക്ക് മുട്ട തിന്നാന്. അതിന് പുറമെ പോക്കറ്റ് നിറയെ പണവും കിട്ടുന്നുണ്ട്. ബാങ്ക് ബാലൻസ് ഇങ്ങനെ 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 വെച്ചടി ഉയർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്ത് തെളിവാണ് ഇതിനുള്ളത്? ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധാണ് ഇതിനുള്ളത്? മെഡിക്കൽ കോളേജിലത്തെ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടി എന്നിട്ട് ഇയാളെ ആ കുട്ടിയുടെ രോഗം മാറ്റി. കുട്ടിയോ പെണ്ണോ ആരോ ആവട്ടെ. എന്നാൽ എന്തുകൊണ്ട് ഈ അസുഖമായപ്പോ ആ അസുഖം മാറ്റാൻ കഴിഞ്ഞില്ല? നോണ അറിയാൻ പറ്റൂല. അസുഖം മാറ്റി അത് മാണ്ടാന്ന് പറഞ്ഞിട്ട് ഇവര് മടുത്തു. 1,01,000 തേക്കണല്ലോ, അതിൽ 50,000 എന്താണുള്ളത്? അത് വേണ്ട, ആ രോഗം വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ എന്താക്കണം? ഇനി ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടി, മോർച്ചറി അടച്ചു. ഇതുപോലെയുള്ള നുണകൾ പറയണം. ആ നുണകൾ കുറവാണ്. ഇതുപോലുള്ള നുണകൾ പറയലാണോ ദീനുൽ ഇസ്ലാം? ആണോ? ഇതുപോലുള്ള നുണകൾ പറഞ്ഞിട്ടാണോ ഈ ദീനുൽ ഇസ്ലാം പ്രചരിക്കപ്പെട്ടത്? ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയയുടെ മുൻ വേർഷനായ കുറച്ച് പഴയ ഇസ്ലാമോഫോബിയയുടെ വേർഷൻ പറഞ്ഞു തുടങ്ങിയത്, പടിഞ്ഞാറിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയത് താടി നീട്ടി വളർത്തിയ, വാളുകൊണ്ട് ഇസ്ലാം പ്രചരിപ്പിച്ച എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്ന് അവര് പച്ചക്കളവായിരുന്നു പറഞ്ഞിരുന്നത്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതല്ല. ഇസ്ലാമിന്റെ പ്രചരണത്തിന് ആരെങ്കിലും വിലങ്ങ് തടിയാകുകയാണെങ്കിൽ അവിടെ വാളോ കുന്തോ വാരിക്കുന്തോ അമ്പും വില്ലോ ഒക്കെ എടുക്കും. അത് മറ്റൊരു കാര്യം. എന്നാൽ ഇസ്ലാം ആശയ പ്രചരണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ മതമായിട്ടുള്ള ജീവിത മതമായ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വാള് ആവശ്യമില്ല. ആവശ്യഘട്ടത്തിൽ സന്നിഗ്ധ ഘട്ടത്തിൽ അത് എടുക്കുകയും ചെയ്യും. അത് മറ്റൊരു കാര്യം. അപ്പൊ അതുപോലെ അവർ പ്രചരിപ്പിച്ച പോലെ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞത് കള്ളക്കഥയും കൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടതാണോ ഇസ്ലാം? ആണോ? എന്ത് നോണ പറച്ചിലാണിത്? ഇജാതി നോണയും പറഞ്ഞും കൊണ്ട് ഈ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ട് ആർക്ക് ദീന് കൊടുക്കാനാണ് നിങ്ങളെ കൊണ്ട് കഴിയുക? നിങ്ങളെ കൊണ്ട് ഇന്ന് വരെ ആർക്കാണ് ദീന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഈ ഉമ്മത്തിന്റെ ഉള്ളിലുള്ള ദീന് ഇസ്ലാം അത് മലീമസമാക്കി മലിനമാക്കി വളരെ മോശമാക്കി തനിക്കാക്കുന്നതല്ലാതെ ആർക്കെങ്കിലും ദീന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കള്ളക്കറാമത്തുകൾ പറയുകയല്ലാതെ യഥാർത്ഥ ഇസ്ലാം പറഞ്ഞിട്ട് ആർക്കെങ്കിലും അത് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദഅവത്ത് ഓരോ മുസൽമാന്റെയും കടമയാണ്, മറക്കാതിരിക്കുക. ദഅവത്തിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇവിടെ ചേർക്കുന്നുണ്ട്, കാണുക. ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകളല്ല നമ്മൾ കേൾക്കേണ്ടത്. കള്ളക്കറാമത്ത് എന്ന് പറഞ്ഞാലും പോരാ, യജ്ജാതി കള്ളക്കറാമത്ത്, വല്ലാത്ത ജാതി അല്ലേ? വീഡിയോയിലേക്ക്. ധൈര്യശാലികൾക്ക് പറഞ്ഞതാണ്, ധീരന്മാർക്ക് പറഞ്ഞതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞതല്ല ദഅവത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ നിർബന്ധ ആരാധനാ കർമ്മമായി സാമൂഹികമായി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ് ദഅവത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിർബന്ധമാണിത്. ആർക്കും ഇതിൽ നിന്ന് ഒഴിവില്ല.
ഇത് പറയാൻ, ഇത് പഠിപ്പിക്കാൻ, ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ മതത്തിന്റെ മുഴുവൻ ചരിത്രങ്ങളും മതത്തിന്റെ മുഴുവൻ വിഷയങ്ങളും പഠിച്ചു മനസ്സിലാക്കി ഒരു പണ്ഡിതനായതിനു ശേഷം മാത്രമേ ദഅവത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുള്ളൂ എന്ന തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന അല്പബുദ്ധികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാധാരണക്കാർക്ക് പറഞ്ഞതല്ല ദഅവത്ത്, അത് പണ്ഡിതന്മാർ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം നിങ്ങൾ നോക്കൂ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആരാണ് നഷ്ടക്കാർ? ആർക്കാണ് പരാജയം? പണ്ഡിതന്മാർക്കെന്നാണോ അല്ലാഹു പറഞ്ഞത്? കാലം തന്നെയാണ് സാക്ഷി, ചരിത്രം തന്നെയാണ് സാക്ഷി. മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ്. 4 സ്വഭാവങ്ങൾ കാത്തു സൂക്ഷിച്ചവർ ഒഴികെ. ഒന്ന്, സത്യവിശ്വാസം സ്വീകരിച്ചവർ. അവർ ലാഭത്തിലും വിജയത്തിലുമാണ്. അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്നവർ, അവരും വിജയിച്ചവരാണ്. താൻ മനസ്സിലാക്കിയ ഈമാനും താൻ മനസ്സിലാക്കിയ സൽക്കർമ്മങ്ങളും. മൂന്നാമത് അല്ലാഹു പറഞ്ഞത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവരും വിജയികളാണ്. അതെത്തിച്ചു കൊടുക്കുക എന്നത് 2 റക്അത്ത് നിസ്കരിക്കുന്ന പോലെയോ, ഒരു ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പോലെയോ, എന്തെങ്കിലും ചില്ലറ തുക സക്കാത്തും സദഖയും കൊടുക്കുന്ന പോലെയോ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഇന്നലെ ചിരിച്ചവർ ഇന്ന് നിന്നോട് ചിരിക്കില്ല. ഇന്നലെ നിന്നോടൊപ്പം കളിച്ചവർ ഇനി നിന്നോടൊപ്പം കളിക്കാനുണ്ടാവില്ല. ഇന്നലെ നിന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വന്നവർ ഇനി നിന്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരില്ല. ഇന്നലെ നിന്റെ കുടുംബത്തിൽ സന്തോഷത്തിലും സങ്കടത്തിലും നിന്നെ ആശ്വസിച്ചവർ ഇനി നിന്റെ കുടുംബത്തിലെ പല പരിപാടികളും ബഹിഷ്കരിക്കും. എപ്പോൾ നീ ദഅവത്തിന്റെ മാർഗത്തിൽ സജീവമായി ഇടപെടുന്ന ഒരു അവസ്ഥ വന്നാൽ. അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടായാലും, ആളുകൾ നിന്നെ എങ്ങനെയെല്ലാം നോക്കിക്കണ്ടാലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നേറാനും സാധിക്കേണ്ടതുണ്ട്. അതും 4ാമത്തെ സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നു. സത്യവിശ്വാസം സ്വീകരിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, താൻ മനസ്സിലാക്കിയ ഈ ഈമാനും അഅമാലു സ്വാലിഹാത്തും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതെത്തിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ ഉണ്ടാകുന്ന എന്തോ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള, മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താനുള്ള സബൂർ നമുക്കുണ്ടാവണം. ഇത് 4 ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. ഇതിലെ ആദ്യത്തെ 2ലാണ് നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ഒതുങ്ങി നിൽക്കുന്നത്. എനിക്ക് ഇസ്ലാം അറിയാം, എനിക്ക് ഈമാൻ അറിയാം, എനിക്ക് തൗഹീദ് അറിയാം, എനിക്ക് ശിർക്ക് അറിയാം, എനിക്ക് സുന്നത്ത് അറിയാം, എനിക്ക് ബിദ്അത്ത് അറിയാം. ആദ്യത്തെ 2ൽ നാം കുടുങ്ങിക്കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങളുടെ വിഷയത്തിലും ഞാൻ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് നമ്മുടെ മനസ്സിനെ ഈ സംസാരം കൊണ്ട് അലട്ടേണ്ടത്. ഈ 4 കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ പൂർണ്ണമായും സംതൃപ്തനാണോ? ഈ 4 വിഷയത്തിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.